കാട്ടാക്കട പോക്സോ കോടതി തീപിടുത്തത്തിൽ ഫോറൻസിക് പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും. തീപിടുത്തമുണ്ടായ തൊണ്ടിമുതൽ മുറിയിൽ വെടിമരുന്നിന്റെ സാന്നിധ്യമുണ്ടെന്ന് സംശയത്തിലാണ് അന്വേഷണ സംഘം. പരിശോധനാ ഫലം ലഭിച്ചാലേ ഇതിന് സ്ഥിരീകരണം ഉണ്ടാകൂ. തിങ്കളാഴ്ച രാത്രിയാണ് കാട്ടാക്കട പോക്സോ കോടതിയിൽ തീപിടുത്തം ഉണ്ടായത്. ഡാൻ കുര്യനാണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഡാൻ, ഗുഡ് മോർണിംഗ്. ഒരു അട്ടിമറി സാധ്യതയാണ് പോലീസ് ഈ ഘട്ടത്തിൽ സംശയിക്കുന്നത്. ആ സംശയം ബലപ്പെടാൻ കാരണം അവിടെ നിന്ന് ലഭിച്ച വെടിമരുന്നിന്റെ സാന്നിധ്യമാണ്. ഇന്നിപ്പോൾ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വരികയാണ്. ആ ഫോറൻസിക് പരിശോധനാ ഫലം പോസിറ്റീവ് ആണെങ്കിൽ അട്ടിമറി സാധ്യത തന്നെ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയും, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇങ്ങനെ ഒരു അട്ടിമറി സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്ന കാര്യം ഉറപ്പിക്കാനാകുക ഇന്ന് ഈ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനാ ഫലം വരുന്നതോടെയായിരിക്കും. അങ്ങനെ അവിടെ ഒരു അട്ടിമറി സാധ്യത നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആരാണ് എന്നതായിരിക്കും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുക. അങ്ങനെ ബോധപൂർവം അവിടെ വെടിമരുന്ന് കൊണ്ട് വെച്ച് അങ്ങനെ ഒരു തീപിടുത്തത്തിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും കൃത്യമായി ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലേക്കൊക്കെ വിശദമായ അന്വേഷണം പിന്നീട് കിടക്കും. പക്ഷേ ഇതിന്റെയൊക്കെ അടിസ്ഥാനമായി മാറുക നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഫോറൻസിക് പരിശോധനാ ഫലം തന്നെയായിരിക്കും. നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്തരത്തിലുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന സൂചനകളാണ് പോലീസ് നൽകുന്നത്. പക്ഷേ അത് ഉറപ്പിക്കണമെങ്കിൽ ഈ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവരും കാത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് വിശദമായ അന്വേഷണം കാട്ടാക്കട പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. എങ്ങനെയാണ് ഈ വെടിമരുന്ന് അവിടെ എത്തിയത് എന്ന കാര്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിശദമായ അന്വേഷണം പല വഴിയായി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും കൃത്യമായ ഒരു സ്ഥിരീകരണങ്ങളിലേക്ക് എത്തിയിട്ടില്ല. കാത്തിരിക്കുകയാണ് ഈ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനാ ഫലം വരാൻ വേണ്ടി. അത് ലഭിക്കുന്നതോടെ ഇക്കാര്യത്തിലൊരു അന്വേഷണത്തിലൊരു ടേണിംഗ് ഉണ്ടാകും എന്ന വിലയിരുത്തലാണ് പോലീസ്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും കാട്ടാക്കട പോക്സോ കോടതി തീപിടുത്തത്തിൽ ഒരു അട്ടിമറി സാധ്യതയാണ് പോലീസ് ഈ ഘട്ടത്തിൽ സംശയിക്കുന്നത്. ആ സംശയം ബലപ്പെടാനുള്ള സാഹചര്യം അവിടെ നിന്ന് വെടിമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ളതാണ്. എന്തായാലും ഫോറൻസിക് പരിശോധനാ ഫലം ഇന്ന് പുറത്തു വരാൻ പോകുന്നത് അത് നിർണായകമാണ്. ഫോറൻസിക് പരിശോധനാ ഫലം പോസിറ്റീവായാൽ അവിടെ അട്ടിമറി നടന്നു എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തും എന്നത് തന്നെയാണ്. ഡാൻ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഒരുപാട് കേസുകളിൽ നിർണായകമായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. അത് നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത ഒരു കൃത്യം എന്ന നിലയിലാണ് ഇപ്പോഴുള്ള സംശയം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതലായി എന്താണ് പറയുന്നത്, ഈ നശിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ നശിച്ചു പോയ ഈ രേഖകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്? സാധാരണയായും ഈ പോക്സോ കോടതിയിലെ തൊണ്ടിമുതലുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയൊരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് ഒരു കേസുമായി മാത്രം ബന്ധപ്പെട്ട തെളിവുകളല്ല അവിടെ ഉള്ളത്. ഒരുപാട് കേസുകളുമായി രജിസ്റ്റർ ചെയ്ത പോക്സോ കോടതി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരുപാട് കേസുകളുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ തൊണ്ടിമുതലുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് എത്ര കണ്ട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര കണ്ട് തെളിവുകൾ അങ്ങനെ ഇല്ലാതായിട്ടുണ്ട്, നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ആ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സമീപകാലത്ത് ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ബോധപൂർവമായ ഒരു ശ്രമം ഈ തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി, അതായത് കോടതിയിൽ നിന്ന് തെളിവുകൾ ഇല്ലാതായാൽ രക്ഷപ്പെടുന്ന സാഹചര്യം വരും. അങ്ങനെ രക്ഷപ്പെടുക എന്നൊരു ലക്ഷ്യത്തോടെ ഈ തൊണ്ടിമുതലുകൾ ബോധപൂർവം തീയിട്ട് നശിപ്പിച്ചതാണോ എന്നൊരു സംശയം ബലപ്പെടാനിടയായ സാഹചര്യം അതുതന്നെയാണ്. അങ്ങനെ ഒരു തരത്തിലേക്കാണ് ഈ പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത്, ഈ ഫോറൻസിക് ഫലം വരുന്നതോടെ അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകും. ആ സ്ഥിരീകരണത്തിന് ശേഷമായിരിക്കും ആ തരത്തിലേക്ക് കൂടി പോലീസിന്റെ അന്വേഷണം വ്യാപിപ്പിക്കുക. കഴിഞ്ഞ ദിവസം റൂറൽ ജില്ലാ പോലീസ് മേധാവി അടക്കം ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നുവെന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. തുടർ നീക്കങ്ങൾ എന്താണ് എന്നത് ഇന്ന് വൈകുന്നേരത്തോടെ അറിയാൻ കഴിയുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്.